ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഈ കോടതിയാണ് അവസാനത്തെ ആശ്രയം. കെ മുരളീധരൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഒറ്റയാൻ പോരാട്ടം, ഇത്രയോ ദുരനുഭവങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങൾ, തീച്ചൂളയിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെയാണ് നീതിക്ക് വേണ്ടി ബിൽക്കിസ് ബാനു കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ഒരു നീതിക്ക് അടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ അടഞ്ഞു പോയിട്ടില്ല. അതാണ് സുപ്രീം കോടതി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്തെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ശ്രീ മുരളീധരൻ മാത്രമല്ല, കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രി പോലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല നേരത്തെ. അത് ഇപ്പോൾ അവർക്ക് കോടതിയുടെ വിധിയുടെ മറയിൽ അത് മറച്ചു വെക്കാം. കാരണം ഈ കോടതിയിൽ നിന്ന് നേരത്തെ, സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ നേരത്തെ രാധേശ്യാം എന്ന് പറയുന്ന ഒരു പ്രതി വന്നൊരു ഉത്തരവ് സമ്പാദിച്ചിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്ന മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ തീരുമാനം, ഇവരെ റിമിഷൻ കൊടുക്കണോ എന്ന് മഹാരാഷ്ട്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാൻ ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഒരു അപേക്ഷ കൊടുക്കുകയും അത് ട്രയൽ നടത്തിയ ജഡ്ജി, പ്രോസിക്യൂട്ടിംഗ് ഏജൻസി, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എല്ലാവരും ഒരേ സ്വരത്തില് കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതൊന്നും കാണിക്കാതെ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഒരു ഓർഡർ നേടിയെടുത്തത്. ആ ഓർഡർ വന്നതിന് ശേഷം ഗുജറാത്ത് ഗവൺമെന്റ് അവർക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് എല്ലാവരെയും, ഇതിൽ ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പേരെയും പുറത്താക്കുകയായിരുന്നു. അതിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് ചെയ്തത്. ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞ് അവര് പുറത്തായി മധുരമൊക്കെ കൊടുക്കുകയും അതിലെ മാല അണിയിച്ച് സ്വീകരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് വിവരം പുറം ലോകം അറിയുന്നത്. ഈ ഒരു തീരുമാനം വളരെ പ്രഹസനപരമായിരുന്നു. ഇന്ത്യയിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഹീനമായ ഒരു കൃത്യമാണ്. 8ഓളം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉൾപ്പെടെ 14 പേരെ കൊല്ലുകയും 3 കൂട്ട ബലാത്സംഗങ്ങൾ നടത്തുകയും ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ടവരാണ്. അവരെ 14 വർഷം കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് ഗവൺമെന്റ് തുറന്നുവിട്ടതാണ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ആര് ഭരണത്തിലിരുന്നാലും കോടതികൾ ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ് ഇന്നും എന്ന ഒരു ആശ്വാസകരമായ ഒരു മെസ്സേജാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, പുറം ലോകവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് സുപ്രീം കോടതിയൊക്കെ ഇന്ത്യൻ സുപ്രീം കോടതി ഇങ്ങനെയുള്ള കേസുകളിൽ നേരത്തെ പ്രസ്താവിച്ചിരിക്കുന്ന വിധികളൊക്കെ അവരുടെ ജഡ്ജ്മെന്റ്സിൽ സൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി വീണ്ടും നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സാധാരണക്കാരന് ഇവിടെ നീതി കിട്ടും എന്നൊരു മെസ്സേജ് കൂടിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും അതാണ് ശ്രീ പ്രശാന്ത് പത്മനാഭൻ. കാരണം ഈ സമാനമായിട്ടുള്ള കേസുകളൊക്കെ, അല്ലെങ്കിൽ ഈ കേസുകളിൽ സ്വീകരിക്കേണ്ട മാർഗരേഖകൾ പോലുമുണ്ട്. അത് അമെൻമെന്റായി സുപ്രീം കോടതി പോലും വെച്ചിട്ടുള്ള ഇത്തരം കേസുകളിൽ ഈ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതൊരു സ്റ്റേറ്റിന്റെ താല്പര്യമെന്ന് സ്റ്റേറ്റ് പോലും പറയുന്ന അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രതികൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെടുന്നു. കാരണം നമുക്കറിയാം, സോളിസിറ്റർ ജനറൽ പോലും, അല്ലെങ്കിൽ ഒരുവേള ഇവരുടെയൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഈ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിന്റെ വാസ്തവം എത്രത്തോളം എന്നറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കേസാണ്. അപ്പോൾ അതിനൊരു തെറ്റായ സന്ദേശം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കം പാടില്ല എന്ന് നിയമത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് സുപ്രീം കോടതി പറയുമ്പോൾ ഇത് സമാനമായിട്ടുണ്ടാകുന്ന മെസ്സേജ് എത്രത്തോളം വലുതാണ്? അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ലൊരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. വേറൊരു ബെഞ്ചിന്റെ വിധി നള്ളിറ്റിയാണ് എന്ന് ഈ ബെഞ്ച് ഒബ്സർവ് ചെയ്തിരിക്കുകയാണ്. ഒരു ലേഡി ജഡ്ജാണ്, ജസ്റ്റിസ് നീവി നാഗരത്നയാണ് ഈ ബെഞ്ച് ഹെഡ് ചെയ്തത്. സ്ത്രീകളുടെ അവകാശങ്ങളെ പറ്റിയും സമൂഹത്തിൽ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെ പറ്റിയും ഒക്കെ വിധിയിൽ വിവരണമുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് കയ്യിൽ കിട്ടിയാൽ അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാലേ അറിയാൻ കഴിയൂ. പക്ഷേ ഇപ്പോഴത്തെ വിധി പ്രസ്താവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ വരാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ജഡ്ജ്മെന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ പ്രശാന്ത് പത്മനാഭൻ പ്രതികരിച്ചതിന്. അങ്ങനെ കോടതി 3 ഹർജികളും നിലനിൽക്കുന്നതാണ് എന്നതിൻ്റെ